Hello, my dear peeps. Welcome back to ACP Vlogs. ഭാവന റഹ്മാൻ എന്നിവർ മെയിൻ ലീഡിലെത്തിയ ഫിലിമാണ് അനോമി, ദി ഇക്വേഷൻ ഓഫ് ഡെത്ത്. നമ്മളതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനന്ന് പറഞ്ഞിരുന്നു നമുക്ക് കണ്ടു നോക്കാം, ഒരു പ്രഡിക്റ്റബിൾ ആംഗിളൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ദ ഫിലിം റിയലി സർപ്രൈസ്ഡ് മീ ആക്ച്വലി. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു ഗുഡ് ഫിലിമാണ്, ഒരു ഗുഡ് വാച്ചായിരുന്നു. ആൻഡ് ഞാനത് പറയാൻ കാരണം ദിസ് ഫിലിം ഹാഡ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. കാരണം മലയാള ഫിലിമിൽ ക്രൈം ത്രില്ലേഴ്സിൻ്റെ ഈ ഒരു ആംഗിളിൽ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ കണ്ട ഫിലിംസിലൊന്നും ഈ ഒരു ആംഗിൾ പിടിച്ചിട്ടില്ല. സോ ഇറ്റ് വാസ് എ മൂവി വിത്ത് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ, ബട്ട് ഇറ്റ് ഓൺലി റീച്ച് ടു ദ ലെവൽ ഓഫ് എ ഗുഡ് മൂവി. ഇനി ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നെഗറ്റീവ്സ് എന്ന് തുടങ്ങാം. ബുക്ക് ഞാൻ കുറേ കാര്യങ്ങൾ വന്ന ഉടനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫിലിം ചെയ്യുന്നതിന് മുന്നേ, ഈ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ. സോ നമുക്ക് നെഗറ്റീവ്സ് തുടങ്ങിയിട്ട് നമുക്ക് പോസിറ്റീവ്സിലോട്ട് പോകാം. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ആ പോസിറ്റീവ്സ് നിൽക്കുകയും ചെയ്യും. ആ ഒരു ഫീലിൽ ഫിലിം പോയി കാണാനും പറ്റും. ഞാൻ നിങ്ങളെ സ്പോയിൽ ചെയ്യത്തില്ല ഒരുപാട്, മാക്സിമം സ്പോയിലേഴ്സ് ഇല്ലാതെ തന്നെ നോക്കാം. സോ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഫിലിം മൊത്തത്തിലൊരു സ്ലോ പേസാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പം ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഒരു സീറ്റിൻ്റെ എഡ്ജിൽ പിടിച്ചിരുത്തണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഫിലിം ഒരു ഫാസ്റ്റ് പേസിൽ നല്ല ക്രിസ്പായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ബട്ട് കംപ്ലീറ്റ്ലി ഫിലിം ഒരു സ്ലോ പേസാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് കുറച്ച് എന്താ ഇതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്ത് കണ്ടു പോവാം. കുറച്ചുകൂടി നമ്മളെ ഒന്ന് ത്രില്ല് ചെയ്യിപ്പിക്കും. ഇതങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, ഇതെന്താ ഇങ്ങനെ, ആ ഒരു രീതിയിൽ പോവും. എന്നു പറഞ്ഞാൽ ഫിലിം തുടങ്ങുമ്പോൾ തന്നെ ഒരു സഡൻ ജമ്പ് ഫീൽ ചെയ്യും. ഒരു നമ്മളെ ഒന്ന് ഇരുത്തി കാര്യങ്ങൾ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സഡൻ ജമ്പിലോട്ട് പോവുകയാണ് സ്റ്റോറിയുടെ. അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ ഇപ്പം റഹ്മാൻ്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ് ചെയ്യുന്നത്, ഭാവനയുടെ ക്യാരക്ടർ ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റിനെയാണ് ചെയ്യുന്നത്. ഫിലിമിൻ്റെ ഒരു എൻറ്റയർ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഭാവനയുടെ ബ്രദർ മിസ്സിങ് ആവുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈമിൻ്റെ എന്താ പറയുക കണ്ടിന്യൂസ് ഇൻവെസ്റ്റിഗേഷനാണ്. അങ്ങനെയാണ് ഇത് പോണത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഞാൻ ഇപ്പോൾ നെഗറ്റീവ്സ് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസൊക്കെ ഓവർ ഡ്രാമറ്റൈസ് ചെയ്ത പോലെ ഫീൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഭാവനയുടെ ഒരു എന്താ പറയുക സീനിലോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റഹ്മാൻ്റെ ഒരു സീനിലോട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഈച്ച് ക്യാരക്ടർ ഹാസ് ദെയർ ഓൺ ബാക്ക് സ്റ്റോറി. ആ ബാക്ക് സ്റ്റോറി കഥ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഓവർലാപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ കുറച്ച് എന്താ പറയുക ഇറ്റ് വാസ് ഓൾ ഓവർ ദി പ്ലേസ്. കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഫസ്റ്റ് ഹാഫിൻ്റെ പോർഷനാണ്. അതല്ലാതെ പിന്നീടുള്ളത് ഈ പടത്തിൻ്റെ മ്യൂസിക് ആരായിരുന്നു ചെയ്തതെന്ന് ഞാൻ നോക്കട്ടെ. ആരാണ് മ്യൂസിക്? ഹർഷവർദ്ധൻ. വിക്കി അണ്ണൻ ഹർഷവർദ്ധന് വേറെ പേജൊന്നും കൊടുത്തിട്ടില്ല. ആരായിരുന്നാലും വേണ്ടിയിരുന്നില്ല. മലയാളത്തിൽ തന്നെ എത്രയോ നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരാരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അസ്ഥാനത്തൊക്കെ കൊണ്ട് കുറേ BGM വെച്ചിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ കേൾക്കാനും ഒരു സുഖവുമില്ല. പടത്തിൻ്റെ ആ ഒരു മൂഡിനെ ഡിമിനിഷ് ചെയ്യുന്ന പോലത്തെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഇറ്റ് വാസ് ഗുഡ്, നോട്ട് ഗ്രേറ്റ് ബട്ട് ഗുഡ്. ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് പോസിറ്റീവ്സിലോട്ട് പോകാം. പിന്നെ നെഗറ്റീവ്സിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഒരു എലിവേഷൻ, ക്യാരക്ടറിൻ്റെ ഒരു എലിവേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് സ്പോയിലർ ആക്കുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ആളുടെ ഒരു ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ലീഡ് കിട്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പം പടത്തിൻ്റെ ക്യാരക്ടർ വളരെ ഇമോഷണലി ഡ്രെയിൻഡായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് പോണത്. അത് പലപ്പോഴും ആ ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന ആ ക്യാരക്ടറിനെ കാണിക്കുന്നുമുണ്ട്. അവിടെ നിന്നൊരു സഡൻ എലിവേഷനൊക്കെ ഫീൽ ചെയ്യും. അതൊക്കെ എനിക്ക് ഇച്ചിരി എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാമറ്റൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ സ്ക്രീൻ പ്ലേയിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പടം ഒരു സ്ലോ പേസിലായിരുന്നു. എഡിറ്റിങ് ആവശ്യമില്ലാത്തടത്തൊക്കെ വലിച്ചു നീട്ടുകയും, അതായത് കട്ട് ചെയ്ത് കളയാൻ ഇഷ്ടം പോലെയാണ്. ഈ പടം 2.5 മണിക്കൂർ
2 hour 32 minutes ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒന്നുകൂടി കട്ട് ചെയ്തിരുന്ന ഒരു 2 hours അല്ലെങ്കിൽ ഒരു 1 hour 45 2 hours നിർത്താൻ പറ്റിയേനെ. കാരണം കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ അതേപോലെ ഇപ്പം വന്ന് കയറുന്നത്, ആവശ്യമില്ലാത്തൊരു പോലീസുകാർ. ഇപ്പം മലയാളി ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇൻ്റലിജൻ്റ് ഓഡിയൻസാണ്. അപ്പം കുറേയൊക്കെ കാര്യങ്ങൾ വിഷ്വൽസിൽ നിന്ന് തന്നെ എന്താണ് നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പം അവരോട് ഓവറായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കുറേ കോൺവെർസേഷൻസ്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി ഒരു ടൈറ്റ് പാക്ഡ് ആയിട്ട് നമുക്ക് ത്രില്ലർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാം. ഇത് നല്ല സ്ലോ എഡിറ്റിംഗ് ആയിരുന്നു. പിന്നെ വേറെ പറയാനുള്ളത്, ഇനി നമുക്ക് പോസിറ്റീവ്സിലോട്ട് പോകാം. ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞ് കുളമാകുന്നില്ല, കാരണം ദിസ് മൂവി ഡിസേർവ്സ് എ വാച്ച്. ഇറ്റ്സ് എ ഗുഡ് വാച്ച് ആക്ച്വലി. പോസിറ്റീവ്സിലോട്ട് പോകാനാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൽ ഇതേപോലൊരു എന്താ പറയുക, ഈ ഒരു കോൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ. ആൻഡ് ദി സ്റ്റോറി ലൈൻ വാസ് റിയലി ഗുഡ്. ഫിലിമിൻ്റെ ലാസ്റ്റ് ഒരു 30 minutes എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സെക്കൻഡ് എന്ന് പറയുന്നത് പടത്തിൽ നമുക്ക് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇതെന്ത് കൈൻഡ് ഓഫ് എനിക്ക് എന്താ പറയുക പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ പോലാണ് ഫീൽ ചെയ്യുന്നതെന്ന്. ബട്ട് ആക്ച്വലി പടം എങ്ങനെ നമ്മൾ ഏതാണ്ട് പോയി ഇതിനിപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫിഗർ ഔട്ട് ആയെന്ന് വിചാരിക്കുമ്പോൾ അവിടെ കൊണ്ടൊരു ട്വിസ്റ്റ് അങ്ങ് വയ്ക്കും. ഇതെല്ലാം സെക്കൻഡ് ഹാഫിലാണ് നടക്കുന്നത്. അവിടെ കൊണ്ടൊരു ട്വിസ്റ്റ് അങ്ങ് വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് പടം നല്ല രീതിയിലാണെന്ന് പറഞ്ഞ് വരുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു ട്വിസ്റ്റും കൊണ്ടുവയ്ക്കും. അതൊക്കെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഈ പടത്തിൻ്റെ മെയിൻ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ആ ലാസ്റ്റ് 30 minutes നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഈ പടത്തിൻ്റെ ഒരു പോർഷൻ മൂവ് ആവുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഭാവനയും റഹ്മാനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള മെയിൻ ലീഡ് ക്യാരക്ടേഴ്സാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം ഒരാൾ ഫോറൻസിക് ആയിട്ടുള്ള, അതായത് ഭാവന ഫോറൻസിക് സയൻറ്റിസ്റ്റാണ്, അതുപോലെ പോലീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഫോറൻസിക് സയൻറ്റിസ്റ്റും. നമ്മുടെ റഹ്മാൻ എന്ന് പറയുന്നത് ഒരു ACP ആണ്. അപ്പം രണ്ട് പേരും ഒരേ കേസിൻ്റെ, നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരേ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഭാവനൻ്റെ ബ്രദറിനെ അന്വേഷിച്ചിറങ്ങുന്നു. റഹ്മാനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് റഹ്മാൻ അതൊരു ചാലഞ്ച് പോലെ ഒരു സൈഡിൽ, റഹ്മാൻ്റെ സൈഡിൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഇതിനകത്ത് ഭാവനയുടെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ്ലി ഒരു ഫോറൻസിക് ആയിട്ടുള്ള രീതിയിലുള്ള ഡേറ്റ വെച്ചിട്ട് ഡേറ്റ റിലേറ്റഡ് ആയിട്ട് പോകുന്നത്. റഹ്മാൻ്റെ അത് കുറച്ചുകൂടി ബ്രോൺ, അതുപോലെ തന്നെ ഒരു പക്ക പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം രണ്ട് ആംഗിളും ഡയറക്ടർ ഒരേപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു പോർഷൻ വരുമ്പോഴത്തേക്കും ഭാവന എവിടെ എന്നുള്ള രീതിയിൽ ഒരു തോട്ട് വരും. പക്ഷേ ആ രണ്ട് ആംഗിളിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ അത് വളരെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ആംഗിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ് ആക്ച്വലി. അത് നല്ലൊരു പ്രോസസ് ഓഫ് സ്റ്റോറി ലൈനായിരുന്നു. പിന്നെ ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ആക്ടേഴ്സാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പം ഭാവനയായാലും റഹ്മാനായാലും ഒരു ഡീസൻറ്റ് പെർഫോമൻസസാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം ഭാവനയുടെ എടുക്കുകയാണെങ്കിൽ, ഞാനിതിപ്പോൾ പറയുമ്പം ചിലർക്ക് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഡിമിനിഷ് ചെയ്ത് കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ഒരു തോട്ട് വരാം. ബട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഭാവനയ്ക്ക് ഇതിനകത്ത് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഭാവനയുടെ ആക്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പുള്ളിക്കാരുടെ ഒരു ഓൺ ഓഫ് ആയിരുന്നു. അതായത് ഇൻവെസ്റ്റിഗേഷൻ സൈഡ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾ അലേർട്ടായി ഭയങ്കര സീരിയസ് ആയ ആ ഒരു രീതിയിൽ പോകും. പെട്ടെന്ന് പിന്നീട് ഇതിനകത്ത് ഇമോഷണൽ സൈഡ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി ഒരു എന്താ പറയുക, ഒരു ഓൺ ഓഫ് ആയിട്ടുള്ള രീതിയിലാണ് പോയത്. പിന്നെ റഹ്മാൻ്റെ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും റഹ്മാന് സൗണ്ട് കൊടുത്ത ആൾ ഇത് റഹ്മാൻ തന്നെ ഡബ് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റഹ്മാൻ്റെ സൗണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഒരു ബെറ്റർ ഡബ്ബിങ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു വിചാരിക്കുന്നു. ആൻഡ് ദി ഡയലോഗ്സ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് ആളുടെ പേരറിയില്ല, ഞാൻ നോക്കട്ടെ. അപ്പം തന്നെ പാസ്വേഡ് നമ്മുടെ റൈഫൽ ക്ലബ്ബ് ഫിലിമിലൊക്കെ ഉള്ള ഒരു ആളാണ്. പുള്ളിക്കാരൻ ട്രെയിലറിലും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആളുടെ പേര് കൊടുത്തിട്ടില്ല. ഇതിൽ വിഷ്ണു അഗസ്ത്യ. പുള്ളിക്ക് ഒരു ചെറിയ റോളാണ് അതിനകത്തുള്ളത്. ഒരു ഡ്രഗ് പെഡലറായിട്ടാണ് പുള്ളിയെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു എന്താ പറയുക, കിളി പറഞ്ഞൊരു കഞ്ചാവ് കേസ്,
ആൾ ആ ക്യാരക്ടർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു ആൾ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പുള്ളിയെ റഹ്മാൻ ബൈക്കിൽ ചേസ് ചെയ്യുന്നൊരു സീനുണ്ട്. ആ സീൻ്റെ സമയത്തുള്ള ആ ഒരു സൗണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവാണ് ആ സൗണ്ട് ക്വാളിറ്റി. അതായത് രാത്രി മഴയത്ത് നിൽക്കുന്നത്, അതുപോലെ ആക്സിഡൻറ്റ്, അതുപോലെ ഈ ബൈക്ക് ചേസ്, അങ്ങനെയുള്ള കുറച്ച് സൗണ്ട് ഇമ്പോർട്ടൻസ് വരുന്ന കുറച്ച് സീനുണ്ട്. ആ സീനെല്ലാം ആ സൗണ്ട് ചെയ്തിരിക്കുന്ന ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് ബാക്കി അഭിനയിച്ചിരിക്കുന്ന ഷെബിൻ ബെൻസൺ, ഭാവനയുടെ ബ്രദറായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഒരു ഇമോഷണൽ എലമെൻറ്റ്, ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ്, അതൊക്കെ ഡീസൻ്റായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്ന് പറയാം. അതല്ലാതെ അർജുൻ ലാൽ ഭാവനയുടെ ഒരു ലവ് ആംഗിളും ഈ ഫിലിമിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനും ആ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ക്യാമിയോ അപ്പിയറൻസ് എന്ന് പറഞ്ഞുകൂടാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമ്പോർട്ടൻസ് ഉള്ള റോൾ ചെയ്തിരിക്കുന്നത് ദൃശ്യ രഘുനാഥാണ്. പുള്ളിക്കാരിക്ക് വലിയ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ആ ഒരു പ്രസൻസ് പുള്ളിക്കാരി നല്ല ഡീസൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് സപ്പോർട്ടിംഗ് ആയിട്ട് ബിനു പപ്പു, പിന്നെ വരുന്നത് സുമിത് നവാൽ, ഇവരാണ് പിന്നെ ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ. ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ദിസ് വാസ് എ ഗുഡ് ഫിലിം. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ്. ഭാവനയുടെ ഒരു കംബാക്ക് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, കംബാക്കിലേക്ക് ഒരു സ്റ്റെപ്പാണ്. പുള്ളിക്കാരിക്ക് ഇതേപോലെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യാൻ പറ്റും. വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ്സാണ് ഭാവന. ആൻഡ് ഒരു റിട്ടേൺ വരുമ്പോൾ ഒരു ഫസ്റ്റ് പടി എന്നുള്ള രീതിയിൽ ഷീ ഡിഡ് എ ഡീസൻറ്റ് ജോബ്. ഐ വുഡൻറ്റ് സേ ഷി വാസ് എ വണ്ടർഫുൾ ആക്ട്രസ്, ഷീ പോർട്രേഡ് ദിസ് സച്ച് എ ബിഗ് ഗ്രേറ്റ് വേ, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഷീ ഡിഡ് എ ഡീസൻറ്റ് ജോബ് ആൻഡ് ഗുഡ് ജോബ് ടു ദി എൻറ്റയർ ടീം. ഈ ഫിലിമിൻ്റെ റിവ്യൂ ഇത് കംപ്ലീറ്റ്ലി എൻ്റെയാണ്. മാക്സിമം ഞാൻ സ്പോയിലേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഇപ്പോഴും റണ്ണിങ് ആണ് മൂവി. പോയി കാണുക, എൻജോയ് വിത്ത് ഫാമിലി. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് ആലിഫ് സൈനിങ് ഓഫ്.